കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്നത് പതിവ് പല്ലവിയാണെന്നും അത് തകർക്കുക തന്നെ ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. തൻ്റെ നിലപാടിൽ മാറ്റമില്ല. പിന്നാക്കാവസ്ഥയുണ്ടെങ്കിൽ ഫിനാൻസ് കമ്മീഷനെയാണ് സമീപിക്കേണ്ടത്. അതാണ് താൻ ഉദ്ദേശിച്ചത്. മലക്കമറിയേണ്ട കാര്യമില്ലെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഏത് വികസന പ്രവർത്തനത്തിനാണ് കേരളം സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തുന്നത്? സാമ്പത്തിക വിദ്യാഭ്യാസമടക്കം മേഖലകൾ തകർന്നുവെന്ന് കേരളം സമ്മതിക്കണം. പറയുന്നതാണ്, നിങ്ങൾ പൈസ കൊടുത്താൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടുള്ളൂ. എന്താ ലോൺ? അങ്ങനെ ഒരു സംസ്ഥാനമുണ്ടോ? അത് അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള സംസ്ഥാനം എന്താ പറയേണ്ടത്? അവരുടെ യാഥാർത്ഥ്യം പറയണ്ടേ? ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. റേഷൻ മുഴുവൻ കൊടുക്കുക കേന്ദ്ര ഗവൺമെന്റ്. ഈ അടുത്ത കാലത്ത് ഡിസ്ട്രിബ്യൂഷൻ പോലും തടയുന്ന അവസ്ഥ വന്നു. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പരിഗണന കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണർന്നു പ്രവർത്തിച്ചു. എന്നിട്ടും മോദിയെ മുനമ്പത്തിന്റെ മാനസികാവസ്ഥയുള്ള കേരളത്തിലെ ജനതയെ രക്ഷിക്കാൻ മോഡിക്ക് സാധിക്കുള്ളൂ. കേരളത്തിന് ഒന്നും ചെയ്യുന്നില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? വിഴിഞ്ഞം പദ്ധതിക്ക് ജീവൻ വെച്ചത് നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ്. മോദി ചെയ്യുന്നതല്ലാതെ ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നില്ല. മോദിയെ കുറ്റം പറയണം, ക്രെഡിറ്റ് കൊടുക്കാൻ തയ്യാറല്ല. എല്ലാ പദ്ധതികൾക്കും മോദി പണം നൽകുന്നുണ്ട്. നരേന്ദ്രമോദി കൊടുക്കുന്നതല്ലാതെ എന്താണ് കേരളത്തിലുള്ളതെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചോദിച്ചു. ഫിനാൻസ് കമ്മീഷനോട് സത്യം പറയണം. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് തുറന്നു പറയണം. താനും ഒപ്പം നിൽക്കാം. നരേന്ദ്രമോദി സഹായിച്ചതുകൊണ്ട് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തി. കേരളത്തിൻ്റെ കാപട്യം നിരന്തരം തുറന്നു കാട്ടും. പിച്ചച്ചട്ടിയുമായി ഇങ്ങോട്ട് വരേണ്ട. അർഹമായ വിഹിതം കേന്ദ്രം നൽകുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.